ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവ ഇടുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ കൂടിപ്പോയരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ കറിക്കൊരു കയ്പ്പ് വരും. അപ്പോൾ 1/4 ടീസ്പൂണിൽ കുറഞ്ഞാലും കൂടണ്ട. ഇനി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 5 വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കാം. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 5 എണ്ണം ഇട്ടത്. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഉപ്പിടുമ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ എപ്പോഴും ഒരുപാട് ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാല കരിഞ്ഞ് പോവരുത്. പിന്നെ എപ്പോഴും ഈ ഒരു കറിക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോഴാണ് കറിക്ക് ആ ഒരു കളർ കിട്ടാനും കട്ടി കിട്ടാനൊക്കെ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇടുന്നത് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഇട്ട് കൊടുക്കണ്ട. ഒരു 1 ടേബിൾ സ്പൂൺ 1 മുതൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുടപ്പുളിയാണ്. ഈ ഒരു കറിയിൽ നമ്മൾ എപ്പോഴും കുടപ്പുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഇച്ചിരി കറുള്ള കുടപ്പുളി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഒരു 4 കഷ്ണം കുടപ്പുളി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കറ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത്. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മസാലയൊക്കെ നല്ലപോലെ വെന്ത് ഈ കറിയൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഫ്ലെയിം നല്ലപോലെ വെച്ച് കൊടുക്കാം. അതൊക്കെ നല്ലപോലെ വെന്ത് തിളച്ച് ഒന്ന് കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മീൻ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്, ഈ ഒരു കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി. ഇപ്പോൾ ഇതേ കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ട് ഇത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുടുതയാണ്, വെള്ളക്കുടുത അല്ലെങ്കിൽ ചൂര എന്നൊക്കെ പറയും, വൈറ്റ് ടൂണ. അപ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ മീനാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ട്. ഇനിയിപ്പോൾ ഈ ടൂണ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ദശക്കട്ടിയുള്ള കുറച്ച് മീറ്റുള്ള മീൻ എടുക്കുമ്പോഴാണ് കൂടുതൽ നല്ലത്. അയില, അയക്കോറ അങ്ങനത്തെ മീനൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ ഒരു മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കറി ഒന്ന് ആക്കി കൊടുക്കണം. ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി, ഒരുപാട് ഇളക്കരുത്, മീൻ പൊട്ടിപ്പോവും. വളരെ സൂക്ഷിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്നും കൂടെ ആ കറിയൊക്കെ ഒന്ന് വറ്റി മീനിലേക്ക് ആ കറിയൊക്കെ മസാലയൊക്കെ പിടിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി വരാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ പകുതി അടച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ദേ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് തിക്കായി വരാനായിട്ടുണ്ട്. ഈ കറി ഇരിക്കും തോറും നല്ല തിക്കായിട്ട് വരും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് വരും. ഒരു 4-5 ദിവസം പുറത്തിരുന്നാലും ഒരു കേടും വരില്ല. ഇരിക്കും തോറും ഈ കറിക്ക് ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 2 മിനിറ്റും കൂടെ ഞാൻ ഒന്ന് ഇതുപോലെ തന്നെ അടച്ചിട്ട് ഒന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഞാനിത് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. മീനൊക്കെ നല്ലപോലെ വെന്ത് നല്ല കറിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരുന്നാലാണ് കറക്റ്റ് ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം വേറെ ചട്ടിയിലേക്ക് മാറ്റുകയാണ്, ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.